നമസ്കാരം. ഫോട്ടോഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കലോത്സവങ്ങളിലെ മത്സരങ്ങളുടെ വിധി പ്രസ്താവിക്കുന്നത് കൃത്യവും കുറ്റമറ്റതായിരിക്കണമെന്ന് PS സുബാൽ MLA പറഞ്ഞു. കലാമത്സരങ്ങൾ കുട്ടികൾ തമ്മിലാണ്. എത്ര പരിശ്രമിച്ചാലും ചില പാളിച്ചകൾ ഉണ്ടാകും. എല്ലാവരെയും ഒരുമിച്ച് കോർത്തു മുന്നോട്ട് കൊണ്ടുപോകാൻ കലോത്സവ ഭാരവാഹികൾ കഴിയണമെന്നും MLA പറഞ്ഞു. അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PS സുബാൽ. കലോത്സവം ഇന്നലെ മുതലാണ് ആരംഭിച്ചത്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 9 സ്കൂളുകളെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ള യോഗം തുടങ്ങിയത് അത് ശ്രീ സക്കീർ ഹുസൈൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ടുള്ള സക്കീർ ഹുസൈൻ എന്ന് നമ്മളോടൊപ്പമില്ല. ഞാനിവിടെ വന്നിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോവുകയില്ല. ഒരുപക്ഷെ സക്കീർ ഹുസൈൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ കലോത്സവത്തിൻ്റെ എല്ലാമായി അദ്ദേഹം മാറുമായിരുന്നു. എവിടെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു. നമുക്ക് നന്നായി ഫീൽ ചെയ്യുമായിരുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കലോത്സവ ലോഗോ തയ്യാറാക്കിയ ചെണ്ടപ്പെട്ട മർത്തോമ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യയെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G അജിത്ത്, M ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K ഷാജി, C അംബികകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ്, ഈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ ഭാഗമായി അഞ്ചൽ ടൗണിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും നടന്നു. അഞ്ചൽ സബ് ജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നും 5000 കലാപ്രതിഭകൾ മത്സരം നേരിടും. ന്യൂസ്, അഞ്ചൽ. ഉത്സവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്ന ഈ പ്രതിഭകളായ കുട്ടികൾ സമസ്ത